ഹായ് ഓൾ. അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന നമ്മളെ ചാപ്റ്ററിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇൻക്രീസിങ് ഡിക്രീസിങ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് അല്ലെങ്കിൽ ഇൻക്രീസിംഗ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ് നമ്മൾ പറയപ്പോഴാണ് അതിന്റെ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ. സോ ഇവിടെ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x². 3x² ഉണ്ട്. 3 നമ്മൾ പുറത്തേക്ക് എടുത്താൽ 3 × 2x വരും. 4x ഡെറിവേറ്റീവ് 4. അതായത് ഇതിന്റെ മൊത്തം ഡെറിവേറ്റീവ് 3x² - 6x + 4 എന്ന് കിട്ടും. സോ ഇത് ഗ്രേറ്റർ ദാൻ 0 എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഈ രണ്ട് ടേമിൽ 3 ഉണ്ട്. 4 നമ്മൾ 3 + 1 എഴുതാൻ പറ്റും. അങ്ങനെ എഴുതുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താ? ആ ആദ്യത്തെ 3 ടേമിൽ നമുക്ക് 3 പുറത്തെടുക്കാൻ പറ്റും. അതായത് 3x² - 6x + 4 ഞാൻ 3 + 1 എഴുതുന്നു. അങ്ങനെ എഴുതുമ്പോൾ ഈ 3 ടേമിലും 3 എന്ന് പറയുന്ന നമ്പർ കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റും. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെ? 3x² - 6x + 4 3 ടേമിൽ ഈ 4നെ 3 + 1 ആക്കി. ഈ 3 ടേമിലും 3 എന്ന് പറയുന്ന ആളെ ഞാൻ കോമൺ ആക്കി എടുക്കുമ്പോൾ ബ്രാക്കറ്റിനകത്ത് വരുന്ന ആളെ x² - 2x + 1 നല്ലപോലെ ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. x² - 2x + 1 ഇത് ആക്ച്വലി x - 1² എക്സ്പാൻഷൻ അല്ലേ. സോ x - 1² + 1 എന്ന ഫോമിലേക്ക് നമ്മളുടെ എഫ് ഡാഷ് എക്സ് മാറി. എനിവേ x - 1² സ്ക്വയർ ചെയ്താൽ നമുക്ക് ഒരിക്കലും നെഗറ്റീവ് വാല്യൂ കിട്ടില്ലല്ലോ. ഉറപ്പായിട്ടും കിട്ടില്ല. മിനിമം 0 വരെ പോവാം. ഇനി 0 പോയാലും ഇവിടെ ഒരു +1 ഉണ്ട്. സോ ഈ വാല്യൂ എന്തായാലും ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തീരുമാനമായല്ലോ. കാരണം സ്ക്വയർ ടേം ഉണ്ട് പ്ലസ് ഒരു 1ഉം ആഡ് ചെയ്യുന്നുണ്ട്. സോ എഫ് ഡാഷ് എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആൾ ഇൻക്രീസിംഗ് ആണ്. അതാണ് നമ്മുടെ ഈ പ്രോബ്ലത്തിൽ സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസിന് ഇതുപോലെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസിന് വേണ്ടി നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.